നമ്മുടെ തലമുറകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ജീവിച്ച് വളർന്ന നമ്മളാണല്ലോ. നമ്മളുടെ തലമുറകളൊക്കെ റൈസ് ചോറ് കഴിച്ച് തന്നെ വളർന്നവരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു ജനറ്റിക് പ്രൊഫൈൽ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്കുണ്ട്. നമ്മളിവിടെ കാണുന്നുണ്ട്. ഏകദേശം ഇപ്പം നമ്മളുടെ എപ്ലിമോ പ്രോഗ്രാമിനകത്ത് വന്നിട്ടുള്ള ആൾക്കാരിൽ തന്നെ നോക്കുമ്പോൾ അവരുടെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം പല കാര്യങ്ങളും സിമിലറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലുള്ള ആൾക്കാരിൽ. പക്ഷേ ഡിഫറൻസ് വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്നത്. ഒന്ന്, ഇപ്പം ചോറ് കഴിക്കുന്നു എന്നുള്ള ഒരു വശത്ത് നിൽക്കട്ടെ. കേരളത്തിൽ നമ്മൾ ഏകദേശം 250ഓളം സാമ്പിളുകൾ നമ്മൾ സ്റ്റഡി ചെയ്തതിൽ ജനറ്റിക് സ്റ്റഡിയിലാണ് പറയുന്നത് കേട്ടോ, ജീൻ ടെസ്റ്റിങ്ങിലാണ് പറയുന്നത്. അതിൽ ഒരു 90%, 87%, 90% ആൾക്കാരിൽ മഗ്നീഷ്യം എന്നുള്ള മിനറൽ വളരെ ലോ കോൺസെൻട്രേഷൻ ജനറ്റിക്കലി അവർക്ക് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നൊരു പക്ഷേ പണ്ട് നമ്മൾ കഴിച്ചത് ചോറും ഇന്ന് കഴിക്കുന്ന ചോറുമുള്ള വ്യത്യാസം ഉണ്ടാകും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ. കാരണം തവിട് കൂടുതലായിരുന്നു അന്ന്. തവിട് എന്ന് പറയുമ്പോൾ എന്ത് മഗ്നീഷ്യം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില പല ഡോക്ടേഴ്സും പറയാറുണ്ട് ഇപ്പോഴത്തെ അവൈലബിൾ സോയിലില് ഈ ജോലിയിൽ മഗ്നീഷ്യം കുറഞ്ഞു 68%. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 58% കുറഞ്ഞെന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മളൊക്കെ മഗ്നീഷ്യം സപ്ലിമെന്റ് ചെയ്തേ മതിയാവൂ എന്ന് പറയാനുള്ള ഈ ചോറിന് വേണ്ട ക്വാളിറ്റി ഇല്ല ഇപ്പോ.